സോ ഹേ ഗൈസ്, എല്ലാവർക്കും നെവിൻ ഗെയിമേഴ്സ് ആണ് മറ്റൊരുവിടേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സാം. സോ ഗൈസ്, നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. സോ ഗൈസ്, നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. വരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. എൻ്റെ ഫുഡില്ല ഗൈസ്. പിന്നെ ഞാൻ ഇന്നലെ ഇരുന്നതാ ഇവിടെ പുതിയതായിട്ടൊരു സ്റ്റോറേജ് ഉണ്ടായി. പിന്നെ ഇപ്പുറത്തുള്ള സാധനമൊന്നും ഞാൻ കളഞ്ഞിരുന്നില്ല, അതൊക്കെ അങ്ങനെ കിടന്നോട്ടെ. ഇതിനകത്ത് യൂസ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ലെവലെല്ലാം പോകാൻ കാരണം ഞാൻ അവിടെ പോയി ചത്തിട്ടാണ്. നമ്മുടെ ആ വെള്ളമുള്ള സ്ഥലത്ത് ഞാൻ അടിയിൽ പോയി മുങ്ങി നോക്കിയിട്ട് അവിടെ ഗോൾഡ് ഉണ്ട് ഗൈസ്, പക്ഷെ അതെടുക്കാൻ പോകാൻ പറ്റത്തില്ലെന്ന് മാത്രം. ഈ ഒരു ചിക്കൻ ഇപ്പം തൽക്കാലത്തേക്ക് ബീഫ് കഴിക്കുക, മട്ടൻ അവിടെ ഇരിക്കട്ടെ. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ വീഡിയോയിൽ കിടക്കാം. ഇനി ഞാൻ മൈനിങ്ങിന് പോകാനാണ് ശരിക്കും പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഐറ്റംസ് ഇതാ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ വീട് ഫുള്ള് ഞാൻ ഡീപ് സ്ലാറ്റിൻ്റെ പോളിഷ് ഡീപ് സ്ലാറ്റ് ആക്കി 2 സ്റ്റാക്ക് ഇരിപ്പുണ്ട് പൈസ എൻ്റെ കയ്യിൽ. ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എല്ലാം മൈൻ ചെയ്യാൻ പോയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, അത് കണ്ടില്ലേ. അപ്പോൾ കുറച്ച് ഗ്രാനൈറ്റ് അങ്ങനെ 2 സ്റ്റാക്ക് അടുപ്പിച്ചിരിപ്പുണ്ട്. പിന്നെ 2 ഗോൾഡൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ മൊത്തം സ്റ്റോൺ ഇതും കൂടെ കൂട്ടിയിട്ടുള്ള സ്റ്റോൺസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും എത്ര എന്ന് വെച്ചാൽ മൊത്തം 1 2 3 4 5 6 7 8 സ്റ്റാക്ക് ഇതുണ്ട് കേട്ടോ. 8 സ്റ്റാക്ക് കോബൽ സ്റ്റോൺ ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. അത് നല്ല യൂസായിരിക്കും. പിന്നെ ഒറ്റക്കാണ് ഹോപ്പർ. പിന്നെ ഫുഡ് ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒന്നും ഞാനിങ്ങനെ കാര്യമായിട്ടൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ 2 സൈഡും ചെറുതായി ഈ ഒരു ഒറ്റ ചെസ്റ്റ് ഉള്ളതാണ്. പിന്നെ ഈ ഒരു ചെസ്റ്റ്, ഈ ചെസ്റ്റ് നമ്മൾ തുടക്കത്തിൽ തന്നെ ഇട്ട് അതിനകത്ത് പൊട്ടാറുള്ള സംഭവങ്ങളാണ്. പിന്നെ ആ ഒരു അയൺ പിക്കാക്സ് ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്. സോ അപ്പോഴത്തേക്കും നമുക്ക് ഒരു കേവിലോട്ട് പോവാം. ഇവിടെ ഞാൻ ഇത് ഞാൻ വാട്ടർ ഗ്ലിച്ച് നോക്കിയത്. അപ്പം നൈസായിട്ട് എൻ്റെ വാട്ടർ ഗ്ലിച്ചാണ് പോയത്. ഈ വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന സാധനത്തിലോട്ടേ ഞാനില്ല. ഞാൻ പോയിട്ട് എൻ്റെ ഒരു ഐറ്റം എടുത്തിട്ട് ഈ വുഡെല്ലാം കൂടെ കളയാം. വുഡ് ഇവിടെ ഇരുന്നോണ്ട്, ഇതിലിരുന്നോണ്ട. ഈ ഒരു ഐറ്റംസ് എല്ലാം ഇങ്ങോട്ട് കിടക്കട്ടെ. ഒരു ഐറ്റംസ് ആയിട്ട് നമുക്ക് ഈ വുഡ് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു 64 ബിൽഡിംഗ് ബ്ലോക്ക് മതി. പിന്നെ വേണ്ടത് ടോർച്ച്. ടോർച്ചിന് എൻ്റെ കയ്യിൽ കോളി ഇഷ്ടം പോലെ ഇരിപ്പുണ്ടെങ്കിലും വുഡില്ല, വേറെ കുഴപ്പമില്ല. ഓക്കെ, ഇത് ശരിയാവായിരിക്കും. എനിക്ക് ഞാൻ ആ ഒരു ബെഡും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഇതിൻ്റെ പക്കത്ത് കിടന്ന് ഉറങ്ങാം. ഈ ഭാഗത്തോട്ടോ ഈ ഭാഗത്ത് നിന്നൊക്കെ വല്ലതും കിട്ടുമോ എന്തോ. ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് വേറെ സ്ഥലമുണ്ട്, അവിടെ ക്രീപ്പറൊക്കെ സ്പോൺ ആവുന്നുണ്ട്. ഇവിടെ എന്നാണുണ്ടേ. ഇതെന്നോ വേൾഡ് ഹൗസാണ് ഗൈസ്. നമ്മുടെ വീടിൻ്റെ പൊക്കത്തും ഉണ്ട് സ്ഥലങ്ങളൊക്കെ. ഇതിന് ഡെസേർട്ടിലെ മരങ്ങളാ. ആ ഒരൊച്ച മാഗ്മ ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്കിപ്പോൾ ഇതേ ഡോൾഫിൻ പോണു. ഞാൻ വിചാരിച്ചു തന്നെ ഈ ഒച്ചാന്ന്.
ഇവിടെ ഒന്നുമില്ല. ഇവിടെയെങ്കിലും ഇവന്മാർക്ക് എന്തെങ്കിലും ഒരു അയണൊക്കെ കൊണ്ട് വെച്ചുകൂടി. നമ്മുടെ വീടിൻ്റെ എന്തേലും ഒരു കാരണം മതി നമ്മളെ വീടുമായിട്ടുള്ള ലൊക്കേഷൻ പോവാം. ഇവിടെ നിന്ന് എത്തുമ്പോൾ നമ്മുടെ വീടേ കാണാൻ പറ്റില്ല. അവിടെ ഒരു അയ്യോ, ഞാൻ വിചാരിച്ചു ഇതന്നെ വല്ല പില്ലേജറിൻ്റെ വീടായിരിക്കും ഒന്ന്. ഇതിൻ്റെ ഇവിടെ കിടേ. വാവ്, ഇപ്പോൾ വെയിലെവിടെ? നമുക്കിപ്പോൾ വീട്ടിൽ പോയിട്ട് മീനൊക്കെ ലൈവായിട്ടാണ് സ്പോണാവുന്നത്. ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇവിടെ നിൽക്കുവാണെങ്കിൽ വീടേ കാണത്തില്ല കേട്ടോ. നമുക്ക് ആ വീട് ഗൈസ് കിട്ടി. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാര്യമായിട്ടൊന്നും ഇതാക്കുന്നില്ല. നമുക്കിന്ന് മൈൻഡ് ചെയ്യാൻ തുടങ്ങണം. ഇനി എനിക്കൊരു സ്ഥലം മാത്രമേ അറിയാവുള്ളൂ. ഈ ഒരു സ്ഥലത്ത് ഞാൻ മൈൻഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഞാൻ പോയതാണ്. ഇവിടെ ഒരു അയണമൊന്നും ഒന്നുമില്ല. കാരണം ഇവിടെ രാത്രിയാവാറ്. ഇതെന്നാ വെള്ളത്തിലൊന്നും എനിക്കിപ്പോൾ മടിയാണ്. നേരത്തെ കുറച്ച് വിളിക്കല്ലേ വെള്ളത്തിൽ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴേ വെള്ളത്തിൽ ഇറങ്ങി എൻ്റെ ലെവലും എല്ലാം പോയി. എല്ലാം പോയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ്. നമുക്ക് പിന്നെ മറ്റേ പിക്കാക്സ് ലാബിൻ്റെ ആൻവിൽ ഉണ്ടാക്കാൻ പറ്റിയായിരുന്നെങ്കിൽ. പക്ഷെ അതിന് ബ്ലോക്ക് ഓഫ് അയണും വേണം, വേറെ മറ്റേ അയണും വേണം. ഇതെന്ത് പരിപാടിയാണ്? കടന്നുറങ്ങാൻ വരുമ്പോൾ യു കാൻ സ്ലീപ്പ് അറ്റ് നൈറ്റ്, റെസ്പോൺസിബിലിറ്റീസ് റൈറ്റ്. ഇതെന്ത് പരിപാടിയെന്ന് ആർക്കറിയാം. ഞാൻ അന്ന് ഗൈസ് എവിടെ മൈൻഡ് ചെയ്യുന്നത് വെച്ചാൽ, അന്ന് നമ്മളിത് കളിച്ചപ്പോഴത്തേക്ക് അന്ന് നമ്മളിവിടെ ഒരു ഇവിടെ ലാവയുടെ ഇത് കണ്ടായിരുന്നല്ല, ആ ലാവ. അതിൻ്റെ അവിടെ ഒരു കേവ് ഉണ്ട്. ആ കേവിലാണ് നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഒരു ദിവസം അവിടെ വെച്ച് തന്നെ എൻഡർമാൻ കൊന്നതാണ്. ഞാൻ എൻഡർമാനെ ഞാൻ കൊല്ലും. പക്ഷെ ഞാൻ വീട് വെച്ചത് ഈ സീയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു ഐലൻഡിൽ. ഇവന്മാരെ കൊല്ലാണ്ട് എനിക്ക് കുറച്ച് പാർച്ചോ പോയിട്ടുള്ളൂ. എന്നെങ്കിലൊക്കെ കണ്ടു കൊല്ലണം. ഏറിയോനെ എത്തത്തില്ല, റീച്ചാവുന്നില്ലല്ലോ. പേടിച്ച് നിൽക്കണത് കാര്യത്തിനാ. വാടകമ്പി എന്നാണ്? അയ്യോ, ഇങ്ങോട്ട് വാ, കരയിട്ട് വാ. നീ വേട എന്നാടാ നിനക്ക്? എന്നെ പേടിയാ, എന്നെ പേടിയാ. കണ്ട ഞാൻ ഹീറോ ബ്രെയിനാണ്. കണ്ട ഞങ്ങൾ എന്നെ പേടിക്കണേ. ഇവിടെ നിന്ന് ആൾക്കാർ ഇറങ്ങി വരാൻ ചാവാൻ എനിക്ക് കഴിയില്ല. ഇവിടെ നിന്ന് ഇപ്പോഴേ പോയേക്കാം.
ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ നിന്നൊക്കെ മൈൻഡ് ചെയ്യാനൊക്കെ സുഖം. ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിരുന്നാൽ മതി. എൻ്റർമാണ് നമ്മളൊന്നും ചെയ്യില്ല. ഇവിടെ അടിക്കുക ഇത്രയുള്ള പരിപാടി. ലക്കിസ്റ്റ് ആരെയാന്ന് വെച്ചാൽ ഇവിടെ ഞാൻ വഴിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ച്. ഇവിടെ ആയിരുന്നു ലാവ ഉണ്ടായിരുന്നു നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായേനെ. ഒരു 2 ക്രീപ്പർ. ഇത് സത്യം പറഞ്ഞ ഇതൊരു റിവ്യൂന് തന്നെയാണ്. അയ്യോ മൊബൈൽ സ്പൂണായിക്കൊണ്ടിരിക്കുക. അയ്യോ ഇതൊരു ഫാർമർ അല്ലേ? ബെസ്റ്റ് വില്ലേജർ സോംബി. ഫാർമർ എന്നൊക്കെ വില്ലേജർ സോംബി. ഇവിടെ മൈൻഡ് ചെയ്യാൻ ഇപ്പം നടക്കില്ല. ഓക്കെ അപ്പോഴത്തേക്കും ഞാനിവിടെ എങ്ങനെയെങ്കിലും അത് കാണിച്ച് മൈൻഡ് വീട്ടിൽ ഈ സാധനം എല്ലാം കൂടെ കറി വെക്കാൻ അതിൻ്റെ ഇടയ്ക്ക് ഓരോ പക്ഷേ ഇതുവരെ ഞാൻ വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എങ്ങനെ ഭാഗ്യത്തിൽ നിന്ന് പറയാം. വഴിയ 2 ഡ്രോണിനൊക്കെ ഉണ്ടോ? ഡ്രോൺ മറ്റേ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ആ സോംബി ലെതർ ഇവിടെ വെച്ചിട്ട് ഈ ഐറ്റംസ് എല്ലാം ഇനിയിപ്പോൾ ഫുഡാക്കാനായിട്ട് ഇനിയിപ്പോൾ ഫുഡാക്കാം. 2 വെച്ച് കറി വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതായിട്ട് കിട്ടും. ഓക്കെ വെച്ചപ്പോഴത്തേക്കും നേരെ ഇങ്ങോട്ട് പോയി ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഫുഡ് ഇവിടെ വെച്ച് ഇനി നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കാണിച്ച് ഒന്ന് വാട്ട് എനിക്ക് മൈൻക്രാഫ്റ്റ് എന്തോ ഒരു ക്ലൂ വന്നിട്ടുണ്ട് ഗൈസ്. ഇതിനെ നേരെ മൈൻഡ് ചെയ്ത് പോവാം. ഗൈസ്. എനിക്ക് ഉറപ്പാണ് ഗൈസ് നേരെ മൈൻഡ് ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന്. ഞാൻ വിചാരിച്ച ശരിയാണ്. ഇവിടെ കുറെ കോപ്പറുണ്ട് എങ്കിലും സാരിയില്ല. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇവിടെ നിന്ന് വല്ല ഗോൾഡാ ഈ ഒരു ഭാഗത്ത് ഞാൻ മാത്രം മൈൻഡ് ചെയ്തില്ല. കണ്ടില്ല ഇത്ര ഹൈറ്റിലൊക്കെ ബ്ലോക്കർ എന്ന് പറഞ്ഞാൽ ഇത് എന്തോ ഒരു കുഴപ്പമുണ്ട്. എനിക്ക് ഇതുവരെ മൈൻക്രാഫ്റ്റിൽ ഒരു ഡയമണ്ട് കിട്ടത്തില്ല. ഞാൻ എപ്പോൾ ഏത് സർവൈവർ കളിച്ചാലും കുറേ ഈ ഗോൾഡ് അയണം കിട്ടുമെന്ന് പറഞ്ഞാലും വലിയ കാര്യമില്ല. എല്ലാം മൈൻഡ് ചെയ്തെന്ന് വരുമ്പോഴത്തേക്ക് ഒരു ദിവസം എടുക്കാൻ തോന്നുന്നു. അയ്യോ ഗൈസ് പിന്നെ നിങ്ങൾ കണ്ടായിരിക്കും ഞാൻ വാട്ടറിൻ്റെ മറ്റേ മൈൻക്രാഫ്റ്റിലെ സാധനം ചെയ്യുന്നത്, മറ്റേ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അത് ഞാൻ വലിയ ട്രിക്കൊന്നുമില്ല. അതിൽ മിക്കവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, സിമ്പിൾ കാര്യമാണ്. അപ്പം ഞാനങ്ങ് വീണപ്പോൾ അങ്ങ് ഇടുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതെല്ലാം ഇനി കുഴിച്ച് പോകണം നമുക്ക്. വയസ്സ് ഞാനിതൊരു 12 -12 ഏറ്റവും നല്ലൊരു ഡയമണ്ട് കിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ. എനിക്ക് ആ മൈനസിലോട്ടാണോ വേറെ എങ്ങോട്ടിലാണോ പോണത്? ഞാൻ പൊസിഷൻ 24-6 നിൽക്കണം. ബെഡ് റോക്ക് എഡിഷനിൽ പുതിയ ക്രാളിങ് അപ്ഡേഷൻ വന്നിട്ടുണ്ട്.
ശേ, പക്ഷേ ഗൈസ് ഇപ്പോഴത്തേക്ക് എൻ്റെ നിർഭാഗ്യം കണ്ടില്ല ഗൈസ്. ഈ ഒരു ചെസ്റ്റ് വന്നതിൻ്റെ അർത്ഥം ഇവിടെ എന്തുകൊണ്ടൊക്കെ വന്നത്. ഓഹ്, ഇന്നടെ സോംബിയാ എന്ന് തോന്നുന്നു. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കുമ്പോൾ മൈൻഡ് ചെയ്താലേ ഒന്നും കിട്ടില്ല. ഞാൻ എത്ര ദിവസമായിട്ട് കളിക്കുമോ ഈ മൈൻക്രാഫ്റ്റ്. എൻ്റെ കയ്യിൽ ഉണ്ടാക്കാനായിട്ട് എൻ്റെ കയ്യിൽ കോപ്പർ പോലും ഇല്ല. കോപ്പറുണ്ട്, പക്ഷെ റെഡ് സ്റ്റോൺ ഒന്നുമില്ല. ആ സ്റ്റോൺ ജനറേറ്ററിൻ്റെ കാര്യം അന്ന് ഞാൻ പറഞ്ഞിട്ട് ഇതുവരെ നിങ്ങളായിട്ട് ഒരു പിക്കാക്സ് മുട്ടി തീരാൻ പോണു. ഇനിയിപ്പം ഞാൻ എവിടെ നിന്ന് പോയി ഒരു ഇവിടെ വെച്ചിട്ട് ഇത് പൊട്ടിച്ച് കളയാം. വീട് പോയിട്ട് എല്ലാ പൊട്ടാറായിട്ടുള്ള വിക്കാക്സ് എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങ് പോയും ചെയ്യണം. അതായിരിക്കും നല്ലത്. ഇത് ചുമ്മായാണ് ഗൈസ്. അടിയിലോട്ട് പൈൻ ചെയ്താൽ നമുക്ക് ആ വെള്ളത്തിൽ തന്നെ പോകും. ആ വെള്ളത്തിൽ പോകണമെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് എന്നെ ഉണ്ടാക്കാൻ കാണിക്കാനുള്ള ട്രിക്ക് എന്താണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബെഡ് റോക്കിൽ ഡോറ് വെച്ചിട്ട് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. ഞാനത് നോക്കിയത് അതാണ്. പിന്നെ ഞാനത് ചത്തിട്ട് അവിടെ നിന്ന് എൻ്റെ ഇത് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വെച്ച് ഈ ഒരു അയൺ വന്നപ്പോൾ തന്നെ തീർന്നു. ഞാൻ വിചാരിച്ച ശരി, അപ്പം ഇവിടെ എന്തോ ഉണ്ടായിരുന്നു. ഗൈസ്, ഇനി ഞാൻ പുതിയ പോയിട്ട് കുറേ പിക്കാക്സ് എടുത്തിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ഇരുന്ന എല്ലാ പിക്കാക്സും ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് വേറെ വഴിയില്ല. ഇത് കണ്ടില്ല, പൊട്ടാറായിരിക്കണം എല്ലാ പിക്കാക്സും. അപ്പം ഞാൻ ഒന്നും വേസ്റ്റ് ചെയ്തില്ല. ഇറങ്ങി മൈൻ ചെയ്യാം. ഞാൻ വേഗം ഇറങ്ങും, മൈൻ ചെയ്യും. ഒരു കോപ്പർ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കോപ്പർ ഉണ്ടാക്കും. എന്തായാലും ഞാൻ ചെയ്യും. സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ എനിക്ക് അറിയാം ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാ. ഓക്കെ, ഫസ്റ്റ് ഇപ്പോൾ ഏറ്റവും പൊട്ടാറായിരിക്കുന്ന വിക്കാക്ക്. യെസ്, ഇവിടെ 5 അയണി കൂടുതൽ അയണുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ രക്ഷപ്പെടും. ഇത് 5 അല്ല, എനിക്ക് കൂടുതലുണ്ട്. ആകാട്ട് മറക്കമേ എത്തേക. ലാസ്റ്റത്തെ പീസ് എടുക്കാൻ പോയി പറ്റില്ല, പൊട്ടിയ. കുഴപ്പമില്ലെങ്കിൽ വേറെ വിക്കാക്സ് ഇരിപ്പുണ്ട്. കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്, അതാണ് കുഴപ്പം. അങ്ങനെ ഞാൻ കിട്ടി. ഇനി ഇതെല്ലാം കുറച്ചുകൊണ്ട് ഇങ്ങനെ ആക്കി വെക്കണം. ഇനിയും മൈൻ ചെയ്ത് നീ ഒരു ടോർച്ച് മുട്ടിച്ച് ടോർച്ചെടുത്ത് ഇവിടെ വെക്കണം. നമുക്ക് കുറച്ചും കൂടെ ഗ്യാപ്പ് കിട്ടാൽ മതി. അങ്ങോട്ടൊന്നും വിളിച്ചോ ഡിസ്റ്റൻസിലാണ്. എന്തൊരു ഭയത്തിൽ ഇപ്പോൾ നമുക്ക് കുറച്ച് 10 അയണ 3 ഹോപ്പർ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് അയണുണ്ട് കിട്ടി. അത് തന്നെ ഭയങ്കര ഭാഗ്യ. എനിക്ക് ഫസ്റ്റ് ഇപ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ലാവ കിട്ടുന്നത് വരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ജനറേറ്റർ ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ ബേസിൽ പോകണമെങ്കിൽ ഇപ്പോൾ പോയി വേണമെങ്കിൽ ഇപ്പോൾ പോയി പിക്കാക്സ് ഉണ്ടാക്കി പിന്നെ പോയി സ്റ്റോറേജ് ഏരിയ അല്ല, കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കി വെച്ച മൊത്തം 4 കോപ്പർ മതി. ഇത് സാൻഡായല്ല, ഇവിടെ സാൻഡായി. ഇപ്പം മൈൻ ചെയ്ത്
ശരി, ആ ഒരു സിൽ ടച്ച് ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഒറ്റ ഇതിൽ തന്നെ മൈൻഡ് ചെയ്തെടുക്കായിരുന്നു. എനിക്ക് എൻ്റെ ഭാഗ്യമില്ലാത്തതുകൊണ്ട് സിൽ ടച്ച് ഇല്ല. ഈ ഇവിടെ മൈൻഡ് ചെയ്യാൻ കാരണം എനിക്ക് എന്തോ മൈൻക്രാഫ്റ്റ് എനിക്കൊരു സൂചന തന്നതാണ്. അത് തന്നെ എനിക്ക് ബെറ്റർ ഓഫ് എഡിഷൻ എൻ്റെ ലക്കാൻ തോന്നുന്നു. പക്ഷെ ചില സമയം എനിക്ക് ജാമ കളിക്കണം കൂടുതൽ ആഗ്രഹമാണ്. ഇവിടെ വേറെന്തോ സാധനമുണ്ട്. ഞാൻ എന്തായാലും ഗൈസ് ഇന്നെനിക്ക് ലക്ക അവസരമാണ്. ഇവിടെ ഗ്രാനൈറ്റ്, സ്റ്റോണ്, സാൻഡ് എല്ലാം മിക്സ്. ഇപ്പോൾ സീ ലെവലായി കാണും മിക്കവാറും. ഞാൻ ഇവിടെ എന്താണ് ഉണ്ട് ഗൈസ്, ഈ ഒരു സ്റ്റോൺ. ഓക്കെ, അപ്പോഴത്തേക്കും ഇത്രയും ഡിസ്റ്റൻസ് ആയേ, ഒരു കുഴപ്പമില്ല. ഞാൻ ഇനിയും പോയി പിക്കാക്സ് ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഫുഡൊന്നും ഒരുപ്പില്ല. എനിക്ക് ഡയമണ്ട് അടിച്ചു നോക്കിയാൽ കിട്ടുമെന്ന് ആർക്കറിയാം. വാട്ട്? നിക്ക് ഒരു മിനിറ്റ് ഗൈസ്. ഓറഞ്ച് ഉണ്ടല്ലോ, ഒന്ന് അടിച്ചു നോക്കണ്ട. ഇതെന്ത് പരിപാടിയാണ്? ഗോൾഡ്. അപ്പം ഇങ്ങനെ കിട്ടിയല്ല, ക്രാഫ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ് കിട്ടില്ല. ഓക്കെ, ഞാൻ അത് നോക്കിയതാണ് ഗൈസ്. ഇനി ഞാൻ പോയി നല്ല 2 വിക്കാക്സ് ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഞാൻ അയൺ സ്മെൽറ്റ് ചെയ്യാൻ വെച്ച്. പക്ഷെ അയൺ സ്മെൽറ്റ് ചെയ്യാനായിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഫുഡൊന്നും ഇരിപ്പില്ല. അത് ഞാൻ പോയി ചെയ്തോളാം. ഇപ്പം കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഇത്ര നേരമായില്ലേ? അങ്ങനെയൊക്കെ ആയിട്ടില്ല. ഇപ്പം ഈ ഒരു സൈഡാണ് എൻ്റെ ലക്കിയസ്റ്റ് സ്ഥലം എന്ന് പറയണം. കാരണം ആ ഒരു ഭാഗത്തായിട്ട് എന്തുകൊണ്ടോ കിടപ്പുണ്ട്. എനിക്ക് ആ ചെസ്റ്റിൻ്റെ സംഭവം വന്നുണ്ട്. ഒരു മിനിറ്റ്, ഇവിടെ നിന്ന് 1 2 3 ബ്ലോക്ക് ഐറ്റം കൊണ്ടാണ്. 3 അല്ല 2 ബ്ലോക്ക്. ഇപ്പം അത് വന്നില്ലല്ലോ. പുതിയ പിക്കാക്സ് ആയി. നമുക്ക് ഇനി വേഗം മൈൻഡ് ചെയ്യാൻ കഴിച്ചു. ഈ ടോർച്ച് വരുവാണെങ്കിൽ അതാണ് കൈസ് പ്രശ്നം. ഇവിടെ കോള് നമുക്കിപ്പോൾ വേണ്ട. കോള് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അയ്യം മാത്രമാണ് ഈ റയറ്. 3 ഞാനാണെങ്കിൽ പകുതി വേണമെങ്കിൽ എനിക്ക് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് പിന്നെ സ്റ്റോൺ ജനറേറ്റർ എൻ്റെ വീഡിയോയിൽ കാണണമെങ്കിൽ നിങ്ങൾ വരെ നോക്കിയാൽ മതി. അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് പോയി നോക്കിയാൽ മതി. പക്ഷെ അത് ഇത്തിരി കുളമായിപ്പോയതാണ്. പക്ഷെ അത് വർക്കാവും. ആ ഫ്രണ്ടിൽ തന്നെ ബ്ലോക്ക് മാത്രമേ നിങ്ങൾ പൊട്ടിക്കാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഈ ഡീപ് സ്ലാറ്റ് വല്ലതും വെച്ച് വേണം ഉണ്ടാക്കാൻ. ഞാൻ എന്തായാലും ഫസ്റ്റ് വേൾഡിൽ എന്തായാലും ഞാൻ ഡീപ് സ്ലാറ്റ് വെച്ചിട്ടേ ഉണ്ടാക്കുകയുള്ളൂ. ഡീപ് സ്ലാറ്റ് വെക്കുമ്പോൾ മനസ്സിലാകും നമുക്ക്. സ്റ്റോണായത് കാരണം ഗോൾഡ്. യോ പൊട്ട് നമുക്കൊരു പോരട്ടെ. ഇല്ല ഗൈസ്, ഇതെന്തായാലും ഞാനിന്ന് എടുക്കും. ഇവിടെ ഞാനിന്ന് എടുത്ത് ആ ഒരു അയണും ഞാനിന്ന് എടുക്കും. പക്ഷെ എനിക്ക് അങ്ങോട്ട് എത്തണില്ല. അവിടെ റീച്ചായാൽ മതി. എനിക്ക് ആ സൈഡ് ഓക്കെ.
അപ്പം ഞാൻ പിടിച്ചു വെക്കുന്നത്. യെസ്, ഇവിടെയുള്ള അയ്യാണ്. ശരിയാണ്, ഇനി കുഴപ്പമില്ല. തോന്നുന്നു എന്നോട് പേടിയാ, നിനക്ക് പേടി വന്നേക്കുന്നു. അവന്മാർ മൈൻക്രാഫ്റ്റിലെ ലെജൻഡിനെയോടെ പേടിപ്പിക്കാൻ വന്നേക്കണം. നമുക്കിനി എങ്ങനെയെങ്കിലും ഒരു വെള്ളം കൊണ്ട് കളയണം. അതിനായിട്ട് ഇങ്ങോട്ട് ഞാൻ 2 ഹോൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അടിയിലോട്ടൊരു 3 ബ്ലോക്ക് കുഴിച്ചിട്ട്, ഇവിടെ 3 ബ്ലോക്ക് കഴിക്കാൻ മാത്രം ഇല്ല. എന്നിട്ട് ഇവിടെ നീ ഒരു 38 ഗ്രാനൈറ്റ് എടുത്ത് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഇവിടുത്തെ വെള്ളം ഇങ്ങനെ ഇപ്പം കുറച്ചെടുത്തില്ല, മതി. ഇഷ്ടമാതിരി രണ്ടാണ്. ഇപ്പം ഗ്രാനൈറ്റ് ഇങ്ങനെ നിനക്കെന്നോട് വര പേടിയാ ബേടാ, നീ നമ്മരൊക്കെ കൊല്ലണ നിന്നാ. നമ്മരെ കൊല്ലിട്ട് നോക്കിയ ഇഷ്ടംമാര് അവിടെ നിന്ന് തന്നെ ഇരിക്കണുണ്ടല്ലോ. ഇഷ്ടംമാര് പേടിയാണോ? ഉമ്മാർ എനിക്ക് HP തരാൻ വേണ്ടി മാത്രമായിട്ട് വാ ഇതെന്നാ ഓ ഇങ്ങനെയൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ്. ഇവന്മാരതിൽ ഒരു റോട്ടംബ്ലേജ് അല്ലാണ്ട് ഒന്നുമില്ല. അവിടെ ഈ വാട്ടർ സോഴ്സ് നീ അങ്ങനെ നിൽക്കാനാ? ഈ ഭാഗത്ത് നല്ലല്ലേ ഒഴുകി വരുന്നത്. ഇവിടുത്തെ ആയനെടുക്കാൻ ഇത്ര റിസ്ക്കിയാ. ദേവനി ഇത്ര കൊല്ലം പോരുത്തെ കൊച്ചി അയ്യ എന്നോട് ആമേജ് വന്നിട്ട് അവന്മാർ പോയി. എൻ്റെ ഹെൽത്ത് പകുതി പോയി. ഇനിയിപ്പോൾ എന്നെ കാണിച്ച് ഞാൻ അവിടെ പോയി മൈൻ ചെയ്തെടുക്കുമെന്ന് എനിക്ക് പോലും അറിയാൻ വേണ്ട. ആ ഒരു പകുതി അയണം കൂടെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ലക്കുണ്ടായാൻ. ചോദിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു 10 അയം മതി. ഇനിയിപ്പോൾ ആ സ്റ്റോൺ ജനറേറ്ററിൻ്റെ പകുതി ഉണ്ടാക്കി വെക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് സ്ഥലമൊക്കെ കുഴിച്ചു വിട്ടിട്ട് നിങ്ങളോട് ഞാൻ കണ്ടുമുട്ടാം.
ഓക്കെ ഞാൻ കുറേ നേരം എടുത്തു ഗൈസ് അങ്ങനെ ഈ ഒരു റൂം സെറ്റാക്കാനായിട്ട്. അതിപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പണി കിട്ടിയ ഗൈസ് ഒരു ചെസ്റ്റും കൂടെ വേണമായിരുന്നു. എക്സ്ട്രാ ഒരു ചെസ്റ്റും കൂടെ വേണം. ഇവിടുത്തെ ചെസ്റ്റ് ഞാനിപ്പോൾ പൊട്ടിച്ചെടുത്ത് ഒരു ചെസ്റ്റും കൂടെ വേണം ഉണ്ടാക്കാനായിട്ട്. ഒരു ഒറ്റ ചെസ്റ്റ് മതി. ഓക്കെ സെറ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മളിതാ ഇവിടെ ഇപ്പം എനിക്ക് 5 ബ്ലോക്ക് നീളത്തിൽ കിട്ടണം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ 1 2 4 5 ബ്ലോക്ക് കിട്ടും. 4 ബ്ലോക്ക് മതി. ഇപ്പോൾ ഇവിടെ ഒരു ചെസ്റ്റ് വെക്കണം. ഇതന്നെ സൈഡിലായിട്ട് വന്ന പോലെ എനിക്ക് തോന്നുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡീപ്പിലായിട്ട് 2 ഞാൻ പൊട്ടിച്ച് കാണിക്കോട്ടെ ഗൈസ്. അതിനെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തൊട്ട് കറക്റ്റാക്കിയിട്ട് 1 2 2 3 അങ്ങനെ 3 കോപ്പർ 4 കോപ്പറാണ് വേണ്ടത്. ഇപ്പം എൻ്റെ കയ്യിൽ 4 ഇല്ലാത്തതുകൊണ്ടാണ്. ഏറ്റവും ശരിയാവുമായിരിക്കും. അത് കഴിഞ്ഞ് ഡീപ് സ്ലാറ്റാണ് എടുക്കേണ്ടത്. അതെ, ഡീപ് സ്ലാറ്റ് എടുക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ വീഡിയോയിൽ സ്റ്റോൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പൊട്ടിപ്പോയാലും അറിയില്ല. ഈ സിൽ ടച്ചൊക്കെ വെച്ചിട്ട് പൊട്ടിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിരിക്കും. അങ്ങനെ ഇപ്പോൾ നമുക്കിവിടെ 1 ഇപ്പം ഇതെല്ലാം കറക്റ്റാണ്. 1 2 3 4 ഇനി ഇവിടെ 3 ബ്ലോക്ക് കാണാം. 5 ഇനി ഇവിടെ കവർ ചെയ്ത് കൊണ്ടുപോകണം. ഇവിടെ കൊണ്ട് നിർത്തണം. എനിക്കിപ്പോൾ പോവാമോ? ചാർജ് ചെയ്യാറായിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ബ്ലോക്ക് എടുക്കണം. അല്ലാണ്ട് എനിക്കിത് ഡയറക്റ്റ് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇത് വന്ന് ഞാനിത് പൊട്ടിച്ച് അങ്ങനെ വെക്കാൻ പറ്റും. ഈ ഒരു ഡോറ് തന്നാൽ മാത്രം മതി. ഇങ്ങനെ കയറണമെങ്കിലും ഭയങ്കര പാടാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്നല്ലല്ലോ. നൈറ്റാണോ ഗൈസ്? ചുമ്മാ ഉണ്ടല്ലോ ഈ സ്കെൽറ്റിൻ്റെ ഒക്കെ ഒച്ച കേട്ടത്. ഒരു സ്റ്റെയർ ഉണ്ടാക്കണം. ഞാൻ രാത്രി വരെ ഇന്ന് പണിത് ഗൈസ്. വാട്ടർ ബക്കറ്റ് ഇപ്പം എൻ്റെ കയ്യിലിപ്പുണ്ട്. ഇതാ ഇവിടെ ലാഭ കിട്ടുന്നവരെ ഞാൻ ആവറേജ് തന്നെ എഴുതുള്ളൂ. അയ്യോ അത് കണ്ടായിരുന്നു ഗൈസ്, ചെറിയ സീനായിരുന്നു. ഓക്കെ അതാ ഇവിടെ എനിക്കിറങ്ങി പോകാനിപ്പോൾ ഭയങ്കര പാടാട്ടാ. ഓക്കെ ഈ സെറ്റായിട്ടുണ്ട്. ഈ ഞാനേ ക്രാഫ്റ്റ് ടേബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു സ്റ്റെയർ ഉണ്ടാക്കണം. ഞാൻ കോബൽ സ്റ്റോൺ സ്റ്റെയർ ഉണ്ടാക്കുന്നത്. ആൻ്റെ സൈഡ് സ്റ്റെയർ ഒരെണ്ണം, 4 വേണ്ടായിരുന്നു. 9 സൈറ്റ് എനിക്കിനി കിട്ടും. പക്ഷേ അത് കുഴപ്പമില്ല. ആൻ്റെ സൈറ്റിൽ നിന്ന് പക്ഷേ ഇതേ കിട്ടുള്ളൂ, ഡീപ് സ്ലാറ്റ്. ഈ അടിയാണ് എനിക്ക് പ്രത്യേകിച്ച് നോക്കേണ്ടത്. ഇനി നമുക്കൊരു സൈൻ ബോർഡ് വേണം. ഞാനിപ്പോൾ ഈ ഒരു ഇത് വെച്ച് കഴിയുമ്പോൾ മാത്രമേ ആലോചിക്കുള്ളൂ സൈൻ ബോർഡിൻ്റെ കാര്യം. ഇനിയൊരു സൈൻ ബോർഡ് ഉണ്ടാക്കണം. സൈൻ ബോർഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു സ്റ്റിക്ക് വേണം. എൻ്റെ എൺപണ്ടിക്കകത്ത് കാണാനല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണല്ലോ. ഐറ്റംസിൽ ഇവിടെ അതേ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. 3 സൈൻ ബോർഡിൻ്റെ ആവശ്യമൊന്നുമില്ല.
എനിക്കിത് ഇമ്പോർട്ടൻ്റ് ആവശ്യമില്ല പ്രത്യേകിച്ച്. അപ്പോൾ എവിടെ എഴുതി വെക്കാനായിട്ട് അല്ലെങ്കിൽ വേണ്ട, നെവിൻ ഗെയിമേഴ്സ് എന്ന് തന്നെ കിടക്കട്ടെ. പിന്നെ ഇതിന് വേണ്ടി നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അത് ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് ആൻ്റെ സൈഡും കൂടെ കൈ പിടിക്കേണ്ടി വരും. ഇത്രയും കൂടെ ഇതിനു വേണ്ടിയാണ് ചാടി കയറാൻ. ഓക്കെ, ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ വെള്ളം ഒഴിക്കണം. ഞാൻ വീട്ടിൽ പോയി ഇനിയും വെള്ളം എടുത്തിട്ട് വരണം. വീട്ടിലല്ല, പുറത്ത് പോയി. അവിടെ മറ്റന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഇവിടെ ക്രീപ്പറിനൊന്നും കണ്ടില്ലല്ലോ. 2 ബക്കറ്റ് വെള്ളം മതിയായിരുന്നു തോന്നുന്നു. ചാടിക്കേറി. ഓക്കെ, ഇത് ഈക്വലായെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. ഇവിടെയാണ് ഇനിയിപ്പോൾ ലാവ വെക്കേണ്ടത്. പക്ഷെ ലാവ ഇരിക്കില്ല. ഇവിടം വരെ ആയിട്ട് ഇനി ഇവിടെ ബ്ലോക്ക് ചെയ്യണം. അവിടം വരെയുള്ള ലാവ ഇപ്പം എൻ്റെ കയ്യിലില്ല. ഓക്കെ, ഡീപ് സ്ലാറ്റ് എല്ലാം തീർന്നു പോയി. കുഴപ്പമില്ല, മുകളിലായതുകൊണ്ട് കഴുകാൻ കുഴപ്പമില്ല ഗൈസ്. ഭയങ്കരമായിട്ട് ലാഗാണ്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ആൻ്റെ സൈഡ് വെക്കുക. മറ്റേ വുഡ് ബ്ലാങ്ക്സ് വെച്ചാണെങ്കിൽ വലിയ ഗുമ്മ കാണില്ല, അതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പം ഇങ്ങനെ വെച്ച് ഈ വീഡിയോ ഇത്തിരി 40 മിനിറ്റ് എങ്ങനെ കാണും ഇന്നത്തേക്ക്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് 40 മിനിറ്റില്ല. ഓക്കെ, 40 മിനിറ്റ് എടുക്കരുതെന്ന് എൻ്റെ ആരും അങ്ങനെ എടുക്കുകയല്ല. ഓക്കെ, അപ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇത്രയും കണ്ടില്ലേ. ഇനി നമുക്കിത് ലാവ കിട്ടുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും